നമസ്കാരം. ലോക ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയുടെ തലപ്പത്ത് 2016 മുതൽ തുടരുന്ന ജിയാനി ഇൻഫന്റിനോയും അദ്ദേഹത്തിന്റെ ഭാര്യ ലീന അലാഷ്ഗറും വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഫിഫയിൽ ഭരണപരമായ തർക്കങ്ങളും അട്ടിമറി നീക്കങ്ങളും മുറുകുന്ന പശ്ചാത്തലത്തിൽ ഇൻഫന്റിനോയുടെയും കുടുംബത്തിന്റെയും പൗരത്വവും നിലപാടുകളും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ക്യാമറ കണ്ണുകളിൽ നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന ഫിഫ പ്രസിഡന്റിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ ഭാര്യ ലീന അലാഷ്കർ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ക്യാമറകൾക്ക് പിന്നിൽ തികച്ചും സ്വകാര്യമായ ജീവിതമാണ് നയിക്കുന്നത്. ലെബനീസ് വംശയായ ലീന മുൻപ് ലെബനീസ് ഫുട്ബോൾ ഫെഡറേഷന്റെ ഭരണ വിഭാഗത്തിലും ഇവന്റ് പ്ലാനിങ്ങിലും പ്രവർത്തിച്ചിരുന്നു. ഈ പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഇരുവരും പരിചയപ്പെടുന്നതും 2001 വിവാഹിതരാകുന്നതും. മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകാനോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനോ താല്പര്യപ്പെടാത്ത ഇവർ ഫിഫയുടെ പ്രമുഖ ടൂർണമെന്റ് ഫൈനലുകളിലും ഔദ്യോഗിക ചടങ്ങുകളിലും മാത്രമാണ് അപൂർവമായി പൊതുവേദിയിലെത്താറുള്ളത്. നേരത്തെ സ്വിസ് ഇറ്റാലിയൻ പൗരത്വമുണ്ടായിരുന്ന ഇൻഫന്റിനോ 2026 ഫെബ്രുവരിയിൽ ലെബനീസ് പൗരത്വവും സ്വീകരിച്ചു. ലെബനൻ പ്രസിഡന്റുമായും ഫുട്ബോൾ അസോസിയേഷനുമായും നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ നടപടികളിലേക്ക് കടന്നത്. ഷാനിയ സെറീന, അലേഷ്യ, ദാലിയ നോറ, സബ്രീന എന്നിങ്ങനെ 4 പെൺമക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത്. 2018 റഷ്യൻ ലോകകപ്പിനിടെ ഇളയ മകൾ ദാലിയ നോറയ്ക്ക് അപ്പൻഡിസൈറ്റിസ് ശസ്ത്രക്രിയ വേണ്ടി വന്നതാണ് ഇവരുടെ കുടുംബത്തെക്കുറിച്ച് അപൂർവമായി പുറത്തു വന്ന വാർത്തകളിലൊന്ന്. ദോഹ, സ്വിറ്റ്സർലൻഡിലെ സൂഗ്, മിയാമി തുടങ്ങി ലോകത്തെ പ്രമുഖ നഗരങ്ങളിൽ ഇവർക്ക് വസതികളുണ്ട്. അതേസമയം ലോകകപ്പ് മത്സരങ്ങളുടെയും മറ്റ് ഫിഫ ടൂർണമെന്റുകളുടെയും നടത്തിപ്പിനായി ഫിഫ ഫോർവേഡ് എന്റർപ്രൈസസ് എന്ന പുതിയ സംരംഭം രൂപീകരിക്കാനും ഇതിന്റെ 20 മുതൽ 30% വരെ ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിറ്റഴിക്കാനും ഇൻഫന്റിനോ നടത്തിയ നീക്കം ഫുട്ബോൾ ലോകത്ത് വലിയ കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. 2027-2030 കാലയളവിൽ അംഗരാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക ആനുകൂല്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് സെപ്റ്റംബർ 19 ഇത് അംഗീകരിക്കാൻ അദ്ദേഹം സമയപരിധി നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഈ നീക്കത്തിനെതിരെ യൂറോപ്യൻ ഫുട്ബോൾ ഭരണസമിതിയായ യുവേഫയും ഉത്തരമധ്യ അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷനായ കോൺകോകാഫും കടുത്ത നിലപാടുമായി രംഗത്തെത്തി. ഇതൊരു സുതാര്യമില്ലാത്ത രഹസ്യ ഇടപാടാണെന്ന് കുറ്റപ്പെടുത്തിയ യുവേഫ തങ്ങളുടെ 55 അംഗരാജ്യങ്ങളെ അണിനിരത്തി ഫിഫ മത്സരങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഫിഫ ഫുട്ബോളിന്റെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നില്ലെന്നും ഇൻഫന്റിനോയുടെ നേതൃത്വത്തിൽ സമഗ്രമായ മാറ്റം വേണമെന്നും കോൺകാക്കാഫ് ആവശ്യപ്പെട്ടു. കടുത്ത എതിർപ്പുകൾ ഉയർന്നതോടെ പദ്ധതി ഉപേക്ഷിക്കുന്നതായി വെള്ളിയാഴ്ച ഇൻഫന്റിനോ പ്രഖ്യാപിച്ചെങ്കിലും ഫുട്ബോൾ ഭരണസമിതികൾ ശാന്തരായിട്ടില്ല. 2027 വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ പദ്ധതിയിട്ടിരുന്ന ഇൻഫന്റിനോയ്ക്കെതിരെ കോൺകാക്കാഫ് പ്രസിഡന്റും ഫിഫ വൈസ് പ്രസിഡന്റുമായ വിക്ടർ മൊണ്ടാലിയാനി മത്സര രംഗത്തിറങ്ങാൻ ആലോചിക്കുന്നുണ്ട്. യൂറോപ്പിന് പുറത്തുനിന്നുള്ള ഒരു പൊതു സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് ഇൻഫന്റിനോ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനാണ് യുവേഫ അടക്കമുള്ള സമിതികളുടെ നീക്കം. 2026 ലോകകപ്പിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്തെങ്കിലും ഒറ്റപ്പെട്ട തീരുമാനങ്ങളും എതിർപ്പുകളോടുള്ള നിലപാടുകളും കാരണം ഇൻഫന്റിനോയുടെ ഭരണം ഇപ്പോൾ വലിയ അട്ടിമറി ഭീഷണി നേരിടുകയാണ്. ലെബനീസ് വംശയായ ലീന അലഷ്കർ 2000 തുടക്കത്തിൽ ലെബനീസ് ഫുട്ബോൾ ഫെഡറേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലും ഇവന്റ് പ്ലാനിങ്ങിലും പ്രവർത്തിച്ചിരുന്നു. അന്നത്തെ യുവേഫ ലീഗൽ ഓഫീസറായിരുന്ന ഇൻഫന്റിനോയുമായിട്ടുള്ള പരിചയം പ്രണയമാവുകയും 2001 ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാനോ ലൈം ലൈറ്റിൽ നിൽക്കാനോ താല്പര്യപ്പെടാത്ത വ്യക്തിത്വമാണ് ലീനയുടേത്. എന്നിരുന്നാലും ഇൻഫന്റിനോയുടെ തീരുമാനങ്ങൾക്കും കരിയറിനും പിന്നിലെ പ്രധാന പ്രേരക ശക്തിയായി ഇവർ വിലയിരുത്തപ്പെടുന്നു. സാധാരണയായി ലെബനീസ് സ്ത്രീകൾക്ക് വിദേശികളായ ഭർത്താക്കന്മാർക്കോ മക്കൾക്കോ സ്വന്തം രാജ്യത്തിന്റെ പൗരത്വം കൈമാറാൻ അവിടുത്തെ നിയമപ്രകാരം അവകാശമില്ല. എന്നാൽ ഇൻഫന്റിനോയ്ക്ക് പ്രത്യേക ഇളവ് നൽകി പൗരത്വം നൽകിയത് രാജ്യത്തിനുള്ളിൽ വലിയ രാഷ്ട്രീയ സാമൂഹ്യ ചർച്ചകൾക്കും വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഫിഫ ടൂർണമെന്റുകളുടെ ഓഹരി വിൽപ്പന നീക്കം പരാജയപ്പെട്ടതും യൂറോപ്യൻ ഭരണസമിതിയായ യുവേഫ, വടക്കേ അമേരിക്കൻ സമിതിയായ കോൺകാക്കാഫ് എന്നിവയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇൻഫന്റിനോയുടെ സ്ഥാനത്തിന് ഭീഷണി ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു നിർണായക ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റുമായും അറബ് രാഷ്ട്രങ്ങളുമായും ഇൻഫന്റിനോ പുലർത്തുന്ന അടുത്ത ബന്ധവും അദ്ദേഹത്തിന് രാഷ്ട്രീയമായി കൂടുതൽ പിന്തുണയും അടിത്തറയും നൽകുന്ന പ്രധാന ഘടകമായി വിലയിരുത്തപ്പെടുന്നു.